ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്സിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്നുള്ളതാണ്. സോ അത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ലവറാകാം, അല്ലെങ്കിൽ ഫ്രണ്ടാകാം, ഫാമിലി ആകാം, ആര് വേണമെങ്കിലും ആകാം. സോ നിങ്ങൾ അത്രയും ഇൻഡെപ്തായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഇത് ജനറൽ ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. 3 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. മൈൻഡ് ഒന്ന് കാം ആൻഡ് കൂളാക്കിയിരിക്കുക. Queen of Swords, Ace of Cups, King of Swords, Ace of Wands, Temperance, 4 of Cups, 3 of Cups, 6 of Swords, King of Wands and Sun card. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിട്ടുള്ളത് 2 of Wands ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റി സ്ട്രോങ് ആണ് ആൻഡ് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ബോൾഡായിട്ട് അല്ലെങ്കിൽ ചിന്തിച്ച് വൈസായിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സണായിട്ടല്ല, പകരം നിങ്ങൾക്ക് എല്ലാം സ്വയം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഒരു പേഴ്സൺ നിങ്ങളോട് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിന് ശേഷം നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങൾക്ക് ലവ്, അഫെക്ഷൻ, കെയർ ഇതൊക്കെ നിങ്ങൾ കൂടുതൽ ഇങ്ങനെ നിങ്ങൾക്ക് വേണം. ഓക്കെ, നിങ്ങൾ ക്രേവ് ചെയ്യും അതിന് വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾ ഭയങ്കര എക്സ്പ്രസീവാണ്, നിങ്ങൾക്കത് ഫീൽ ചെയ്യണം എന്തായാലും. സോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇമോഷണലി ഇൻവെസ്റ്റഡ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. സോ ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി കൺട്രോൾഡാണ്, ലോജിക്കലി അല്ലെങ്കിൽ ബുദ്ധിപരമായൊക്കെ കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു ഇമോഷണലി ഉള്ള ഒരു തീരുമാനങ്ങളൊന്നും ആയിരിക്കത്തില്ല ആ ഒരു വ്യക്തി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും ഈ ഒരു വ്യക്തി എന്തോ ഇത്ര റൂഡ് ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നിപ്പോകും. കാരണം ആ ഒരു വ്യക്തി ആ ഒരു തരത്തിലാണ് കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാലും നമ്മളാകുമ്പോഴത്തേക്കും ഈ ഒരു ഇമോഷൻ വൈസ്, അതായത് മറ്റൊരു വ്യക്തിയുടെ ഇമോഷൻസ് വെച്ച് നമ്മൾ ചിലപ്പോൾ നമ്മുടെ തീരുമാനം മാറ്റിയെന്ന് വരും. പക്ഷെ ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒക്കെ ആയിരിക്കും ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം തന്നെയായിരിക്കും കൺട്രോൾ ചെയ്യുക. എല്ലാം ഫീലിങ്സ് ആയാലും ഒന്നും എക്സ്പ്രസ് ചെയ്തു എന്ന് വരത്തില്ല. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഫീലിങ്സ് ഇല്ലയെന്നല്ല, ഉറപ്പായിട്ടും ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി അത് ഹൈഡ് ചെയ്യാൻ ആ ഒരു വ്യക്തിക്ക് പറ്റും. ഒട്ടും എക്സ്പ്രസീവ് അല്ല ആ ഒരു വ്യക്തി. ആൻഡ് ആ ഒരു സ്നേഹമൊന്നും ആ ഒരു വ്യക്തി ഇങ്ങനെ പെട്ടെന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല ആ ഒരു വ്യക്തിക്ക് നമ്മളോട് സ്നേഹമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ കെയർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. അതിന് ശേഷം നമുക്ക് ഏസ് ഓഫ് വാണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. സോ അതെന്ന് പറയുമ്പോൾ ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ കുറച്ച് നേച്ചർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. എന്നിരുന്നാലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആ ഒരു സ്നേഹവും ഇതും എല്ലാം ഉണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പിണക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ കണക്ട് ചെയ്യണം, റീകണക്ട് ചെയ്യണം എന്ന് ആ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. സോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. സോ ടെമ്പറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു നിങ്ങൾക്കിടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്.
അപ്പോൾ ബാലൻസ് വേണം, പീസ് വേണം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ ആ ഒരു കപ്പും രണ്ട് കപ്പിലോട്ട് ഇങ്ങനെ ഈ ഒരു വെള്ളം ബാലൻസ് ചെയ്യുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പും ഈക്വലി രണ്ട് പേരുടെ എഫേർട്സ് കൊണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ക്ഷമ വേണം, പേഷ്യൻസ് വേണം. ആൻഡ് ഒരു റിയൂണിയന് വേണ്ടിയിട്ടും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ ആ ഒരു വ്യക്തിയുടെ തോട്ട്സിലുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ആ ഒരു വ്യക്തി സ്റ്റക്കായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എങ്ങനെ ഇനി മുന്നോട്ട് പോകണമെന്നറിയാണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വന്നാലും അത് വേണ്ട പിന്നത്തേക്ക് വയ്ക്കുക, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി ഉള്ളത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആ ഒരു വ്യക്തി ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടെന്നാണ്. ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നാലും ആ ഒരു വ്യക്തി ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തൊന്നും വരത്തില്ല. കാരണം ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷണലി അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് മൂഡിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഉള്ളത്. ശേഷം 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്ത് അത് ഫ്രണ്ട്ഷിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ, റിയൂണിയൻ ഒക്കെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരുമിച്ച് നിന്നൊരു ഹാപ്പി ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു ചാൻസസ് കാണുന്നുണ്ട്. നെക്സ്റ്റ് 6 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സണ് പാസ്റ്റിൽ നടന്നുപോയ ചില കാര്യങ്ങളിൽ ഇനിയും മൂവ് ഓൺ ആകാനുണ്ട്, ഒട്ടും മൂവ് ഓൺ ആയിട്ടില്ല. ഓക്കെ, സോ അത് ആ ഒരു ഇമോഷണൽ ഹീലിംഗ് ആ ഒരു പേഴ്സണ് വേണം, ആ ഒരു പേഴ്സൺ അത് വേണം. ആൻഡ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി നടന്നിട്ടില്ല, അപ്പോൾ അതും പ്രോപ്പറായിട്ട് നടക്കണം എന്നുള്ളതാണ്. ആൻഡ് കിങ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു പേഴ്സണ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഈസ് ഓഫ് വോൺസ് വന്നതുപോലെ നിങ്ങൾക്കിടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്പാർക്ക് വീണ്ടും അതിൻ്റെ സുപ്പീരിയർ ലെവലിൽ എത്തും, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ സുപ്പീരിയർ ലെവലിൽ എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും അത് നല്ല രീതിയിൽ ജെനുവിനായിട്ട് തന്നെ ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ആ ഒരു വ്യക്തി റെഡിയാണ് എന്നുള്ളതാണ്. അതിന് ശേഷം നമുക്ക് സൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ അത് ആ ഒരു ജീവിതത്തിലേക്ക് ആ ഒരു വെളിച്ചം വരുന്ന ഒരു നിമിഷം, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിനെയൊക്കെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ആ ഒരു വ്യക്തിയും ഹാപ്പിനെസ്, ലവ്, കെയർ ഇതൊക്കെ നിറഞ്ഞൊരു ലോകത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ്. ഓക്കെ, അതിൻ്റെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 2 ഓഫ് വോൺസ് ആണ്. അഗെയിൻ വോണ്ട് എനർജി, അതായത് ഈ ഏസ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു കണക്ഷൻ ആണെങ്കിൽ 2 ഓഫ് വോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കാൻ പോകുന്നു. ആക്ഷൻസ് അല്ല, പകരം തീരുമാനമെടുക്കുന്നു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ പ്ലാനിങ് ഇടുമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് അവർ ചിന്തിക്കും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ട് ഒരു ഡീപ്പ് ഇമോഷണൽ ബോണ്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് പാഷനൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യം, ഓക്കെ, പാസ്റ്റിൽ നടന്നുപോയ ചില കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും കാര്യങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് ഇനിയും ഹീലാകണമെന്നുണ്ട്. ആൻഡ് ഒരു ഇമോഷണൽ ബാലൻസിൽ കൊണ്ടെത്തിക്കണം കാര്യങ്ങളൊക്കെ. ആൻഡ് നിങ്ങളുമായിട്ടുള്ള ഒരു റീകണക്ഷനെ കുറിച്ച് അവർ ചിന്തിക്കുകയും നിങ്ങളോട് അപ്രോച്ച് ചെയ്യുകയും അത് പിന്നീട് ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വേണ്ടത് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.